ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കട്ടിപ്പണിയാണ് നമ്മൾ തുടക്കവേ. നമ്മളിതേ സാധാരണ നമ്മുടെ ചെടി നടുന്നത് ഇതുപോലത്തെ പാത്രത്തിനകത്താണ് കുറേ എണ്ണമൊക്കെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്നാന്നറിയോ, ഭയങ്കര ലാസ്റ്റിംഗ് ഇല്ലാത്തൊരു പാത്രമാണ്. ഇതുപോലെ ജോയിൻ്റ് വെച്ചിട്ട് ഇപ്പോൾ ഈയിടെയൊക്കെ തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നില്ലേ, അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഈ വെള്ളം തങ്ങി നിൽക്കുമ്പം ഇത് പൊട്ടിക്കീറിപ്പോവും. അങ്ങനെ ഇത് തള്ളിപ്പോയി കണ്ടോ. പക്ഷേ നമുക്ക് ഇതിനകത്തൊരു കായ്ച്ച തക്കാളിയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മാറ്റാൻ ഇങ്ങനെ താമസിച്ചിരുന്നു. പക്ഷേ ഇനി ഇത് ഇവിടെ വെച്ചേക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ആദ്യം നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന ഈ തക്കാളിയെ ഒന്ന് ചൂട് മാന്തി വേറൊരിടത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കാണിക്കാവേ. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിലേക്കാണ് ഇനി ഇത് മാറ്റേണ്ടത് മണ്ണ്. അതുപോലെ അതിനകത്ത് നിറയ്ക്കാനുള്ള ബാക്കി സാധനങ്ങളാണ് ഈ ചാക്കിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിവിടെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അടയ്ക്കാനുള്ള ഓടിൻ്റെ കഷ്ണം വേണം, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയിട്ട് കാണിക്കാവേ. ഇതിനകത്ത് നല്ല അളവിൽ മണ്ണുണ്ട്. അപ്പോൾ നമ്മൾ ആ മണ്ണിനെ കൊത്തി ഇളക്കി നല്ല കട്ടിക്കായിരിക്കുന്നു കേട്ടോ. ആ മണ്ണിനെ നമുക്ക് ഇളക്കി വേറെ പാത്രത്തിലോട്ട് മാറ്റണം. അല്ലാതെ ഇതിനെ വലിച്ചാലും ബാക്കിയും കൂടെ പൊട്ടിപ്പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ മണ്ണ് കുറച്ച് കോരി മാറ്റാവുന്ന അത്രയും മാറ്റാം. പിന്നെ ബാക്കി നമുക്ക് ഈ ചാക്കയിലോട്ട് വലിച്ചിടാം. അപ്പോൾ ഇതുപോലെ കുറച്ച് മണ്ണ് മാറ്റുവാണേ. എത്ര മണ്ണല്ലേ, ഭയങ്കര മണ്ണുണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ പാത്രത്തിനകത്തെ മണ്ണ് ഇത്രയും വാരി വേറെ പാത്രങ്ങളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് അതിനകത്തുണ്ട് കേട്ടോ. ഇതൊന്ന് കാണിച്ചേ, ഇതിനകത്തോട്ടൊന്ന് കാണിച്ചേ, കണ്ടോ. ഇനി ഇത്രയും മണ്ണും കൂടെ മാറ്റാനുണ്ട്. അതിവിടെ വെച്ചുകൊണ്ട് മാറ്റിയാൽ ഇനി കുറേ താമസം വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയത്. ഇനി നമുക്ക് ആ സ്ഥലത്തേക്ക് ഈ പെട്ടിയാണ് വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇരുന്ന പെട്ടിയേക്കാളും കുറച്ചും കൂടെ വലുതാണ്. ഇനി ഈ സൈസിലുള്ളതേ നമുക്കിവിടെ ഉള്ളൂ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ, ഇത് വെള്ളം വാർന്നു പോകാനായിട്ട് ചെറിയൊരു ഹോൾ ഇതിനകത്ത് ഇട്ടിട്ട് വേണം ഇതിനെ നമുക്ക് എടുത്തു വെക്കാൻ. അല്ലെങ്കിൽ വെള്ളം കെട്ടുന്നിട്ട് നമ്മുടെ ചെടിയൊക്കെ ചീഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിന് ചെറിയൊരു ഹോൾ ഇടാൻ പോവാം. ഇതിന് കണ്ടോ, ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, അതുപോലെ വശത്തും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് അടയ്ക്കണം. ഞാൻ ഇതിങ്ങോട്ട് എടുത്തു വെക്കട്ടെ. ഈ ഹോള് ഇതുപോലത്തെ ഒരു ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് അടച്ചു വെക്കുവാണേ. കാരണം ഇതിനകത്തെ മണ്ണ് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇവിടെയും വെച്ച് കേട്ടോ. ഇനി നമ്മുടെ സൈഡിലൊരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മളിത് ഇതേപോലെ എങ്ങനെയാണോ ഓട് സൗകര്യമായിട്ട് ചേർന്നിരിക്കുന്നത് ആ രീതിയിൽ ചേർത്ത് വെച്ചിട്ട് അടച്ചു വെക്കണം. കണ്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മളിവിടെ കളയൊക്കെ പറിക്കുന്നതൊക്കെ ഒരു ബക്കറ്റിനകത്തോ ഒക്കെ കൂട്ടി വയ്ക്കും. ഇതുപോലെ പാത്രങ്ങൾ മാറ്റി നടേണ്ടി വരുന്ന അവസരത്തിലും, അല്ലെങ്കിൽ നമുക്കിതിനകത്ത് മുഴുവനും ഇട്ട് നിറയ്ക്കാനുള്ള ഉണങ്ങിയ ഇലകളൊക്കെ കിട്ടണം. അതൊന്നും ഈ ടെറസേ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും പറമ്പിൽ പോയി അതുപോലെ എടുത്തു കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഞാൻ ചെയ്യുന്നത് ഇവിടെ പറിച്ചെടുക്കുന്ന കളകളെ തന്നെയാണ് ആദ്യം ഇതിനകത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഇത്രയും പുല്ലങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പുല്ല് പറിച്ച് കുറച്ച് നാൾ വെച്ച് കഴിയുമ്പം അവിഞ്ഞവിഞ്ഞ് മണ്ണായി തന്നെ മാറും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടു. ഇത്രയൊന്നും ഇട്ടാലൊന്നും ഇതിനകത്തൊന്നും ആകത്തില്ല. കണ്ടോ, ഇതുപോലെ ഇതൊക്കെ ചില ചെടിച്ചട്ടികൾക്കകത്തുനിന്ന് മണ്ണോടെ കൂടി മാറ്റുന്നതാണ്. അങ്ങനെ ഈ കുറേ പുല്ലായി. ഇനി ഞാൻ കുറച്ചും കൂടെ എടുത്തുകൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ഉണങ്ങിയ പുല്ലും കാടും ഒക്കെ പറിക്കുന്നതെല്ലാം കൂടെ കുറച്ചിട്ടിട്ടുണ്ടേ. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുവാണേ. എനിക്കിപ്പോൾ ഇവിടെ ഈ വാഴയുടെ ഇല മാത്രമേ ഉള്ളൂ ഉണങ്ങിയ ഇലയായിട്ട് കൊടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ വാഴയുടെ ഇല മാത്രം കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഈ മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി ഇലകളൊക്കെ പലതരത്തിലുള്ള ചെടികളുടെ ഇലകളൊക്കെ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. നിങ്ങൾ ഇലകളുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോണം. അപ്പം നമ്മളിത് ഇത്രയും ഉണങ്ങിയ ഇല ഇതോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രോ ബാഗിലെ മണ്ണാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഈ മഴയെല്ലാം ആയിരുന്നില്ലേ, അപ്പം കണ്ടോ കട്ടി പിടിച്ച് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ആ കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ടോ നമ്മുടെ ഇലയെല്ലാം താന്നു പോകുന്ന പോക്ക് കണ്ടോ.
തീരെ ഇല്ല. ഇത് വലിയ പെട്ടിയാണ് കണ്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ചിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാവേ. ദേ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇതിനകത്ത് ഇതുപോലെയുള്ള പുല്ലുകൾ ഒരു കാരണവശാലും കാണരുത് കേട്ടോ. ഈ ഒരു പാത്രത്തിലെ മണ്ണും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി ഞാനിതിൻ്റെ മുകളിലോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതിന് നല്ലോണം ഇരുത്തം വരും വെള്ളം വീഴുമ്പം. അപ്പോൾ എവിടെയെങ്കിലും പച്ച തലപ്പ് വല്ലതും പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് മൂടി വെച്ചോണം. ഇനി ഇതിനകത്തോട്ട് ചെയ്യുന്നത്, നമ്മളിവിടെ സാധാരണ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്നതെന്ന് പറയുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ചേർത്തിട്ടാണ്. പക്ഷേ ഇതിങ്ങനെ വെള്ളം വീണ് കുതിർന്ന് ഇങ്ങനെ അടിഞ്ഞിരുന്ന മണ്ണാണല്ലോ നമ്മൾ ഇതിനകത്തേക്ക് തിരികെ ഇട്ടത്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഉമി അങ്ങോട്ട് ചേർക്കുവാണേ. ഇതിന് പകരം നമുക്ക് പെർലൈറ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളോ ഒക്കെ മാറി മാറി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഇതേപോലെ നിറച്ച് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഉമി ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇത്രയും ഉമി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൂട്ടിയ മണ്ണായതുകൊണ്ടാണ് നമ്മളിവിടെ വീണ്ടും ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാത്തത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ മണ്ണും കൂടെ ഇട്ടിട്ട് ഈ പറിച്ചു മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, അത് നമ്മളങ്ങോട്ട് നട്ടുവയ്ക്കും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് ബിവേറിയയാണിത്. കാരണം ഇതിനകത്ത് കീടങ്ങളുടെയൊക്കെ ശല്യങ്ങൾ ഉണ്ടായിരിക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ള ബിവേറിയ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുവാണേ. കണ്ടോ, ഇനി നമ്മുടെ ചെടിയെ ഇവിടെ നടണം. അപ്പം നമ്മൾ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ടാക്കിയിട്ട്, കണ്ടോണം, ചെറിയൊരു ഹോളുണ്ടാക്കിയിട്ട് ആ ഹോളിലേക്ക് ഇതൊരു ചുവട് തക്കാളി നമ്മളിവിടെ പറിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് സ്യൂഡോമോണാസ് ആണേ. കണ്ടോ, കുറച്ച് സ്യൂഡോമോണാസ് ഇട്ടു. എന്നിട്ട് അതിനകത്തേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കണ്ടോ, ഇതിനെ ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുവാണേ. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട്, ഇപ്പം നമ്മൾ സ്യൂഡോമോണാസ് ഇട്ടതാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തേക്ക് തളിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതേപോലെ കുറച്ച് വെള്ളം ഇതിൻ്റെ ചുവട്ടിലേക്ക് തളിച്ചു കൊടുക്കുവാണേ. നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വിളവെടുപ്പാണ് ഇവിടുന്ന് എടുക്കാനുള്ളത്. അതും കൂടി എടുത്തിട്ട് ഞാൻ കാണിക്കാവേ. ഇത് നമ്മുടെ ബന്ദിച്ചെടിയാണേ. നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ ജൂലൈ മാസത്തിലെ കൃഷിയുടെ സമയത്ത് നട്ടുപിടിപ്പിച്ച ബന്ദിയുടെ തൈകളാണ്. കറക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നത്. ദേ കണ്ടോ, ഇതിലെല്ലാം തന്നെ മേളിലോട്ടൊക്കെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെടിയെ തന്നെ പല മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയും ബന്ദി ചെടികൾ കുറച്ച് പൊക്കം വെച്ച് കഴിയുമ്പം പ്രൂൺ ചെയ്യണമെന്ന് പറയും കേട്ടോ. നമ്മളിപ്പോൾ ഈ കൃഷിത്തോട്ടത്തിലാണെങ്കിൽ അങ്ങ് നേരിട്ട് വെയിലടിക്കുന്നതിനുള്ള സംവിധാനമില്ല. നമ്മൾ പല സാധനങ്ങൾ വെള്ളരിയും മത്തനും കുമ്പളവും ഒക്കെ ഇതിൻ്റെ മേളിക്കൂടെ പടർത്തി വിടുന്നതല്ലേ. അപ്പം ഞാൻ ഈ ചെടി പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഈ ഒരു ചെടിക്ക് കണ്ടോ 1, 2, 3, 4, 5 ഇഷ്ടം പോലെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. അതല്ല, ഈ പൊക്കം വെക്കുന്നതിൻ്റെ കാരണം വെയിൽ കിട്ടാനുള്ള ഒരു തേടിപ്പോകലാണ് അവരെ. പക്ഷേ ഞാൻ മുറിക്കാതെ തന്നെ ആവശ്യത്തിന് ശിഖരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ശിഖരങ്ങളുടെ അറ്റങ്ങളിലും ഇതുപോലെ പൂമുട്ടുകൾ വന്ന് നിൽക്കുവാണ്. പൂ വിരിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓണം ആകുമ്പോൾ, ഓണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 20, ഏകദേശം 20 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 ദിവസം കൂടെ ഉണ്ട് ഓണത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കിന് ഇതിൻ്റെ പൂ വിരിയുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 ചുവട് ബന്ദി ഇതിനകത്ത് വെച്ചു. വേറെ ഒരു 2-3 ചുവട് ബന്ദി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാവേ. പിന്നെ ഇതാണ് കേട്ടോ. ഇതും നല്ലോണം പൊക്കം കുറഞ്ഞ് നിൽക്കുന്ന, കാരണം നേരിട്ട് വെയിൽ കിട്ടുന്നതിനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് പൊക്കം കുറഞ്ഞ് നിൽക്കുന്നത്. ഇതേ കണ്ടോ, കളറ് വരെ നമുക്ക് കാണാറായിട്ടുണ്ട്. എന്തായാലും ഓണത്തിന് നമുക്ക് ഒരു 2 പൂവെങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തിനകത്ത് ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ചെടികളുടെ കാര്യം. പിന്നെ നമ്മുടെ തക്കാളിയിലൊക്കെ കാപിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ വലിയ വലിയ കായ്കൾ ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ കൃഷിയിലുള്ള മത്തയും സാലഡ് കുക്കുംബറും പാവലും പടവലും ഒക്കെ കൂടെ ചേരുന്ന ഒരു നിരയാണേ. ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ കയറ് കെട്ടിക്കൊടുത്ത് പന്തലയിലോട്ട് കയറ്റുക ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു ബേബി പടവലമാണേ. ഇതേ കണ്ടോ, ഇന്ന് കടിച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇന്ന് കടിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പ്രത്യേകം കായ്ച്ചക്കണി ഇപ്പോൾ സെറ്റാക്കിയത്. അപ്പോൾ ഇതിനെ നമുക്കൊരു കൂടിനകത്ത് കയറ്റിയിടാം അത്യാവശ്യം. ഇവിടെ ഒരു കായ്ച്ചക്കണി ഉണ്ടായിരുന്നതാ. ഈ കായ്ച്ചക്കണി പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കുന്നതാണല്ലോ. അത് ഈ മഴയും വെയിലും അടിക്കുമ്പം പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ കായയുടെ ചുവടിനെ ഇതുപോലെ കൂടിനകത്താക്കിയിട്ട് കെട്ടിയിട്ടാൽ മതി കേട്ടോ.
നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ചെടിയേലേ കുറച്ച് മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ, പഴുത്തത്. കുറച്ചല്ല, മുളക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് കാണിച്ചേ. കണ്ടോ, ഇഷ്ടം പോലെ മുളക് താഴെ തൊട്ട് മുകളിൽ വരെ ഉണ്ടേ. പക്ഷെ നമ്മൾ വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദേ ഇതേപോലെ ഒരു മണിയെങ്കിലും പഴുത്തതായിരിക്കണം. ഈ കുരുമുളകിൻ്റെ നീളം കണ്ടോ, ഇതേപോലെ നല്ല വലിയ കുരുമുളക് തന്നെ നമുക്ക് കിട്ടും. ഒരു 2-3 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്കൊരു കറിക്ക് ചേർക്കാൻ. ഇത് കണ്ടോ, ഇതേലും ഒരെണ്ണം പഴുത്തത് കൊണ്ട് ഞാൻ പറിച്ചതാണേ. ഇത് നമ്മൾ വെയിലത്ത് വെച്ചിരുന്നാൽ മതി, അതിൻ്റെ മണികൾ അടന്ന് വീണിട്ട് നമ്മളുടെ സാധാരണ കുരുമുളക് പോലെയാകും. അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ മരത്തേലെ കുരുമുളകാണെങ്കിൽ അത് ഒരു സീസണിൽ മാത്രം ഉണ്ടാകത്തുള്ളൂ. അത് ഒരേ സമയത്ത് ഉണ്ടാകും, ഒരേ സമയത്ത് വിളവെടുക്കാനും പറ്റും. അപ്പോഴാണ് നമുക്ക് പായേലും പരമ്പേലും ഒക്കെ നിരത്തിയിട്ട് ഉണങ്ങാനും മാത്രം ഉണ്ടായി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിനെന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടാകുക. അപ്പോൾ പഴുത്തത് നോക്കി കിളി കൊണ്ടുപോകാതെ നമ്മൾ പറിച്ചെടുക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4-5 എണ്ണം മാത്രമേ ഇതേൽ കണ്ടിട്ടുള്ളൂ, അതാണ് പറിച്ചെടുത്തത്. അല്ലെങ്കിൽ കിളികളെ ഇതിൻ്റെ കുരുമുളകിന് എരിവാണേലും കുരുമുളകിൻ്റെ ആ പുറത്തിരിക്കുന്ന ചുവപ്പ് കളറിലുള്ള പഴം ഉണ്ടല്ലോ, അതിനെ കിളികൾ കാണുന്നത് സാധാരണ പഴം പോലെ തന്നെയാണ്. അവരത് തിന്നിട്ട് ആ കുരുമുളകിൻ്റെ ബാക്കി മണികളെല്ലാം കൊത്തിപ്പെറുക്കി താഴെ കളയുകയും ചെയ്യും. ഇതേപോലെ ഒരു ചെടി വാങ്ങിച്ച് നടാനായിട്ട് ഒരു ഗ്രോ ബാഗോ അരി വാങ്ങിക്കുന്ന ഒരു സഞ്ചിയോ അല്ലെങ്കിൽ തുണി വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കൂടോ എന്തെങ്കിലും മതി. ഇതേ നിൽക്കുന്ന കുരുമുളക് കണ്ടോ, ഇതുപോലൊരു കുരുമുളക് ചെടി മാത്രം മതി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് കുരുമുളക് കിട്ടാൻ. സാധാരണ അടുക്കളത്തോട്ടങ്ങളിൽ അങ്ങനെ കാണാത്ത ഒരു വിളയാണ് ഇതുണ്ടോ, ഓറഞ്ച് കണ്ടോ, നല്ല കിടിലൻ ഓറഞ്ചാണ്, നല്ല മണമൊക്കെ ഉണ്ട്. ഇതേ ഒരു 2-3 എണ്ണം കണ്ടോ ഇതേപോലെ പഴുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ പഴുത്തത് മാത്രം പറിച്ചെടുക്കുവാണേ. 1-2 എണ്ണം അവിടെ കിടന്നോട്ടെ. ഞാൻ ഇതേ ഒരു 3 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല സൂപ്പർ സാധനം. ഇനി നമുക്ക് നാരങ്ങ വല്ലതും ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ചെറുനാരകം കണ്ടോ നിറയെ പിടിച്ചു വരുന്നൊരു സമയമാണ് ഇത്. ഇങ്ങനെ 2-3 എണ്ണം ഉണ്ട്. ഇത് ഞാനേ മറിഞ്ഞു പോയിട്ട് ഒരു സ്ഥലത്തു നിന്ന് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കണ്ടോ, കട്ടയായിട്ട് തന്നെ പൂക്കളുണ്ടാകുന്നതുണ്ടോ. എല്ലാ തണ്ടുകളിലും ഇതേപോലെ പൂക്കളുണ്ടായി വരുന്ന ഒരു സമയമാണ് ഇത്. നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ചെറിയുടെ ഒരു ചെടിയാണേ. ഇതുപോലെ നല്ല പഴുത്ത് വരും. ഇതിലും കളർ വരാൻ ഇതെല്ലാം ഇട്ടിട്ട് നല്ല ചുവപ്പ് നിറം തന്നെ വരും. പക്ഷേ കണ്ട് നിൽക്കുമ്പം കിളി വന്ന് അടിച്ചുകൊണ്ട് വന്ന് നിറയെ പൂവിടുന്നുണ്ട്. ഇഷ്ടം പോലെ കണ്ടോ കായും ഉണ്ട് കണ്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഒരു 1-2 പാവയ്ക്ക കിടപ്പുണ്ടേ, അവനെയൊക്കെ വിളവെടുക്കാം. ഇത് കണ്ടോ, ഇതൊരു ഇങ്ങനെ നീണ്ടു വരും. അത് ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് ഇങ്ങനെ നീണ്ട് ശോഷിച്ചാൽ. അതിന് ആ ഇനത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. ആ എന്നാണേലും കൊള്ള ഉണ്ടപ്പാവയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്, കാണാൻ നല്ലത്. എല്ലാം ഒരേപോലൊക്കെ തന്നെ. ഇതിന് നീളമുണ്ട്, വണ്ണം കുറവാണെന്നുള്ളതേ ഉള്ളൂ. ചില വണ്ണം ഉള്ളതുണ്ടാകും, അപ്പോൾ അതിന് നീളം കുറവാണ്. നമ്മളന്ന് ഇതിനകത്ത് കെട്ടിയിട്ടതാണ് കണ്ടോ കണ്ടോ. പക്ഷേ അതിൻ്റെ പച്ച നിറം തന്നെയാണേ, ഇതുപോലത്തെ വെള്ള നിറമല്ല. അപ്പോൾ അത് വേറെ ഇനമായിരിക്കും കണ്ടോ. അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഇത് കണ്ടോ, അതും ഇതുപോലെ നീണ്ടിട്ടാണ്, പക്ഷേ പച്ച കളറാണ്. അവിടെ കുഞ്ഞുങ്ങളുണ്ടായപ്പം നീണ്ടതാണെങ്കിലും വെള്ള നിറമായിരുന്നില്ലേ, ഇത് പച്ച നിറത്തിലാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഇത് വലുതായിട്ടും ഇതേപോലത്തെ കളറാണ്. നമുക്കിനി വേറെ എന്തെങ്കിലും വിളവെടുക്കാനുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാവേ. നമ്മൾ ഈ കൂടെല്ലായിട്ട് വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ, വിളഞ്ഞ ഏകദേശം വിളവെന്ന് തോന്നിയ പേരയ്ക്കകളെയാണ് നമ്മൾ കൂടിട്ടിരിക്കുന്നത്. ചിലപ്പോൾ അല്ലാത്തടത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. കൂട് നമ്മുടെ കൈ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേൽ കൂടിട്ടതിൻ്റെ അകത്തു നിന്നൊക്കെ ഇവന്മാർ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, കയറി പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. നോക്കാം. എനിക്കിങ്ങനെയൊക്കെ കയറാനൊക്കെ പേടിയുള്ള ഒരാളാണ്. ഏണിയും കൊണ്ട് മറിഞ്ഞ് വീഴുമോ? ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം കൂടിനകത്ത് ഇട്ടതിനെ തന്നെ അവന്മാർ കണ്ടോ നല്ല മുഴുത്ത പേരയ്ക്ക പിടിച്ചോ. ഇത് നോക്കട്ടെ. എന്തായാലും ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ സൂപ്പറാണ്ടോ, വീണാനേ ഇപ്പം താഴെ. പിന്നെ ഇതും വിളഞ്ഞാന്ന് തോന്നുന്നു. അയ്യോ, കൂടിൻ്റെ പുറത്തൂടെ കണ്ടോ അടിച്ചിട്ടുണ്ട് കണ്ടോ. എൻ്റെ പൊന്നെ, നമുക്കിതേ 2-3 പേരയ്ക്കയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്പരത്തി വരിക്ക കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവെടുപ്പിന് ശേഷം ഈ പ്രാവശ്യം വീണ്ടും കുഞ്ഞിച്ചക്കകൾ, അതിന് നമ്മൾ പറയുന്ന തായ്ച്ചക്കയെന്ന് പറയും കേട്ടോ, അത് വീണ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എവിടെയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ കേടുപിടിച്ച് പോകും, ചിലതൊക്കെ മാത്രമാണ് വലിയ ചക്കകളായി നമുക്ക് മാറിക്കിട്ടുന്നത്. അതുണ്ടല്ലോ, ഒരു പാളയംകുടൻ വാഴയുടെ ചുണ്ടാണേ. പാളയംകുടൻ വാഴയുടെ ചുണ്ടെന്ന് പറയുന്നത് തോരൻ വെക്കാൻ ഭയങ്കര നല്ലതാണ്. അപ്പം നമുക്കതൊന്ന് ഒടിച്ചെടുക്കണം. അപ്പോൾ ഇതേ പ്രായത്തിലുള്ളൊരു കാതെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ കണ്ടോ.
അതിന്നാളത്തെ കാറ്റിനും മഴയ്ക്കും ഒടിഞ്ഞു പോയതാണ്. ആ വാഴയെ തന്നെ നിൽക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വിളഞ്ഞു കഴിയുമ്പോൾ നമുക്കത് തോരന് വേണ്ടി എടുക്കാനായിട്ട് പറ്റും. നമുക്കത് ഇവിടെ ഒരു റോബസ്റ്റ വാഴയുള്ളതാണേ. അത് ഒരു ചുവട് വാഴയാണ്. ഇത് ഇപ്പം ഇതിൻ്റെ വെട്ടി കഴിയുമ്പോഴത്തേക്കിന്, ഇത് വെട്ടാറൊന്നും ആയിട്ടില്ല, ഇത് വെട്ടിക്കഴിയുമ്പോൾ ഈ വാഴ കൊലയ്ക്കും. കണ്ടോ? അങ്ങനെ നമ്മൾ ഒരു വാഴ മാത്രം കൊണ്ട് വെച്ചതാണ്. അതിൻ്റെ ചവിട്ടി പിന്നെയും ഉണ്ടായി വന്ന് പിന്നെയും അവിടെ തന്നെ നിന്നിട്ട് വീണ്ടും വാഴക്കൊല ഉണ്ടാവുകയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നീളത്തിലുള്ള വാഴക്കൊല ഉണ്ടായാൽ നമുക്കിതിനെ വിൽക്കാനും പറ്റത്തില്ല, നമുക്ക് തിന്നാലും തീരത്തില്ല. റൊളീനിയ നമുക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാവേ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? നല്ല സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ മുകളിലോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, നമുക്കത് കാണാൻ മേല. ഇപ്പം ഒരു കാ പിടിക്കുന്ന ഒരു സമയമാണ്. നിറയെ പൂക്കളുണ്ട്, അവിടെ ഇവിടെ എല്ലാം പൂക്കളുണ്ട്. ഇതുപോലെ കാണുന്നതാണ് ഇതിൻ്റെ പൂ കേട്ടോ. നമ്മളിതേ ചുണ്ടൊടിക്കാൻ പോവാണേ. കാണുന്നുണ്ടോ? ആണ്ട വീണു. എങ്ങോട്ടേക്കാണ് വീണേ? ആ സൂപ്പർ. ഇതൊക്കെ കാണുമ്പം നമുക്ക് കൃഷി ചെയ്യാൻ തോന്നുന്നുണ്ടോ? നമ്മളൊരു പാവ മലയാളിയാണേ. മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതേപോലെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന മരങ്ങളും ചെടികളും എല്ലാം കൂടെ നിൽക്കുന്ന ഒരു പറമ്പും കണ്ടോ, പ്ലാവും മാവും ചക്കയും തേങ്ങയും എല്ലാം നിൽക്കുന്ന ഒരു പറമ്പ് കണ്ടോ. ഒരു സ്വപ്നമല്ലേ? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ടോ? നിറയെ കമ്പുകളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ചൗച്ചൗവിൻ്റെ ചെടിയാണേ. ഇതേ കയറി പോകുന്നുണ്ടോ? ഇതൊരു ചൗച്ചൗവിൻ്റെ ചെടിയാണ്. അതിങ്ങനെ മേളിലോട്ട് കയറി പോയിരിക്കുവാണ്. ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇന്ന് നമ്മൾ വിളവെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാവയ്ക്കയും സാലഡ് വെള്ളരിയും ഓറഞ്ചും പേരയ്ക്കയും വെണ്ടയ്ക്കയും വാഴച്ചുണ്ടും പടവലങ്ങയും ഒക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. പിന്നെ പല പഴങ്ങളും പഴച്ചെടികളും നമ്മൾ ഈ പറമ്പിൽ നിൽക്കുന്നതും അതുപോലെ നമ്മുടെ ടെറസിൽ നിൽക്കുന്നതും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരുമ്പം നിങ്ങൾക്കും കൃഷി ചെയ്യാൻ തോന്നുന്നില്ലേ? ഒട്ടും താമസിപ്പിക്കാതെ വിത്തുകളും തൈകളും ഒക്കെ വാങ്ങിച്ച് പച്ചക്കറിയുടെ കൃഷികളും പഴച്ചെടികളൊക്കെ വാങ്ങിച്ച് നട്ടിട്ട് പഴച്ചെടിയും വളർത്താനായിട്ട് ശ്രമിക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഓണക്കോടി എടുക്കാൻ പോണേ. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ ഓണക്കോടി എടുക്കാൻ പോകുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാവേ.